പ്രിയ ബഹുമാനപ്പെട്ട അലക്സച്ച, പ്രിയ ബഹുമാനപ്പെട്ട പയസച്ച, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, യേശുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട അലക്സച്ചൻ ഇന്ന് ഇടവകയുടെ ചുമതല ഒഴിഞ്ഞ് ഇവിടുന്ന് പോവാൻ തയ്യാറെടുക്കുമ്പോൾ അച്ഛൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി BCC സെക്രട്ടറി ആമുഖത്തിൽ സാമാന്യം വിശദമായി തന്നെ സംസാരിക്കുകയുണ്ടായി. അച്ഛൻ്റെ പ്രവർത്തനങ്ങളിലെ പ്രചോദനത്തെപ്പറ്റി അച്ഛനും നമ്മളോട് സംസാരിച്ചു. ഈ അവസരത്തിൽ ഒരു വൈദികൻ ആരായിരിക്കണം, ആരാണ് അലക്സച്ചൻ ആരായി എന്നതിനെപ്പറ്റി ചിന്തിക്കുകയായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുകയാണ്. വൈദികരുടെ ശുശ്രൂഷയും ജീവിതവും സംബന്ധിച്ച രണ്ടാം വത്തിക്കാൻ സിനോദോസിൻ്റെ ഡിഗ്രിയാണ് പ്രസ്ബെത്തോരം ഓർദിനീസ്. ആ ഡിഗ്രിയുടെ പ്രാരംഭത്തിൽ പൗരോഹിത്യത്തെ വളരെ മനോഹരമായും ശ്രേഷ്ഠമായും നിർവചിക്കുന്നത് ഇങ്ങനെയാണ്: വൈദികർ തിരുപ്പെട്ട കുദാശയും മെത്രാന്മാരിൽ നിന്നും പരമേൽക്കുന്ന ദൗത്യവും വഴി ഗുരുവും പുരോഹിതനും രാജാവുമായ മിശിഹയെ ശുശ്രൂഷിക്കുന്നതിനായി അവരോധിക്കപ്പെടുന്നു. ദൈവജനമായും മിശിഹായുടെ ശരീരമായും പരിശുദ്ധാത്മാവിൻ്റെ ആലയമായും ഈ ലോകത്തിൽ സഭ അവിരാമം പടുത്തുയർത്തുന്ന മിശിഹായുടെ ജോലിയിൽ അവർ പങ്കുചേരുന്നു. ഓരോ പുരോഹിതനും ക്രിസ്തുവിൻ്റെ രാജകീയ പൗരോഹിത്യത്തിൻ്റെ പങ്കുകാരാണ്. ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം കുരിശിലേറ്റപ്പെട്ട ഒരു പരാജിതൻ്റെ കീഴടങ്ങലായിരുന്നില്ല, മറിച്ച് ലോകത്തെ സ്നേഹം കൊണ്ട് കീഴടക്കി മരണത്തെ തോൽപ്പിച്ച് ദൈവരാജ്യത്തിൻ്റെ വിജയപതാക കുരിശുമരത്തിൽ ഉയർത്തുകയും ചെയ്ത ഒരു വിജയിയുടെ പൗരോഹിത്യമാണ് ക്രിസ്തുവിൻ്റെ രാജകീയ പൗരോഹിത്യം. അതുകൊണ്ട് തന്നെ ആ രാജകീയ പൗരോഹിത്യത്തിൽ പങ്കുകാരാകുന്ന ഒരു പുരോഹിതനും പരാജിതനാകുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇവിടെ നമ്മളതാണ് അലക്സച്ചനിലൂടെ കാണുവാൻ സാധിച്ചത്. ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു ഉദ്ധരണിയുണ്ട്: ലൂസർ ഈസ് ഓൾവേസ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ ആൻഡ് വിന്നർ ഈസ് ഓൾവേസ് പാർട്ട് ഓഫ് ദ ആൻസർ. പരാജിതൻ എന്നും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും, വിജയി ഉത്തരങ്ങൾ കണ്ടെത്തിക്കൊണ്ടുമിരിക്കും. കഴിഞ്ഞ 3 വർഷം ഇടവകയെ നയിച്ച അലക്സച്ചൻ ഇടവക ഭരണത്തിൽ നിന്ന് മാറുമ്പോൾ അനേകം ഉത്തരങ്ങൾ കണ്ടെത്തിയ ഒരു വിജയിയുടെ അശ്വമേധമാണ് നാം കാണുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അനുസരിച്ച് യേശു അവസാനമായി പറഞ്ഞ വാക്കുകൾ അച്ഛനിവിടെ സൂചിപ്പിച്ചിരുന്നു. എല്ലാം പൂർത്തിയായി എന്നാണ് യേശു അവസാനമായി പറയുന്നത്. അത് ഒരു തോറ്റ വ്യക്തിയുടെ വിലാപമല്ല, മറിച്ച് തോൽപ്പിക്കപ്പെട്ടവരുടെ പ്രതിനിധിയായി, അനേകം പരാജിതരുടെ പ്രതിനിധിയായി ഒരു ശതാധിപൻ അവിടെ നിന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ട്: ഇവൻ തീർച്ചയായും നീതിമാനായിരിക്കും. അങ്ങനെ താൻ തോൽപ്പിച്ചവരെ കൊണ്ട് താൻ നീതിമാനാണെന്ന് വിളിച്ചു പറയിപ്പിച്ച യേശുവിൻ്റെ ശബ്ദമാണ് എല്ലാം പൂർത്തിയായെന്നുള്ളത്. ഇവിടെ അലക്സച്ചൻ 3 വർഷത്തെ സേവനത്തിന് ശേഷം അച്ഛൻ ആഗ്രഹിച്ചതും നമ്മൾ ആഗ്രഹിച്ചതുമായ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ച് ഇവിടെ നിന്ന് പോവുകയാണ്. ആ യേശുവിൻ്റെ വചനം സ്വന്തം പൗരോഹിത്യ ജീവിതത്തിൽ ഫലപ്രാപ്തിയിലെത്തിച്ച ആ നല്ല വൈദികനാണ് നമ്മൾക്ക് ഈ 3 വർഷവും നമുക്ക് ശുശ്രൂഷ ചെയ്തത്. വിമർശിക്കപ്പെടാതെ ഒരു പ്രവാചകനും ജീവിച്ചിട്ടില്ല ഭൂമിയിൽ. ഒരു പ്രവാചകനും വിമർശനം കേൾക്കാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചിട്ടില്ല. ഒരു വ്യക്തിയുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുമ്പോൾ അതിനെ വ്യക്തിനിഷ്ഠമായും വസ്തുനിഷ്ഠമായും വിലയിരുത്തപ്പെടാം. വസ്തുനിഷ്ഠമായി വിലയിരുത്തപ്പെടുമ്പോൾ ആ പ്രവൃത്തിയുടെ മേന്മ നമ്മൾ തിരിച്ചറിയും. മറിച്ച് വ്യക്തിനിഷ്ഠമായിട്ടാണ് ഒരു പ്രവർത്തനത്തെ വിലയിരുത്തുന്നതെങ്കിൽ നമ്മൾ ആ പ്രവൃത്തി ചെയ്ത ആളിനോടുള്ള നമ്മളെ മനോഭാവമായിരിക്കും ആ പ്രവൃത്തിയുടെ മേന്മയേക്കാളധികം നമ്മളെ സ്വാധീനിക്കുക. അച്ഛൻ്റെ പ്രവർത്തനങ്ങളെ വിമർശിച്ചവർ കാണും. അപ്പോഴെല്ലാം നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് നമ്മളെ പല കാര്യങ്ങളും വ്യക്തിനിഷ്ഠമായി
വിശകലനം ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. ഒത്തിരി തെറ്റുകൾ വരുത്തുന്ന ഒരു സഹപ്രവർത്തകൻ എനിക്ക് ബാങ്കിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവനെ കളിയാക്കും, എന്താണ് ഇതിന് കാണിച്ചു വെച്ചിരിക്കുന്നത് ചോദിക്കും. അപ്പോൾ കുട്ടനാട്ടുകാരനായ ആ സഹപ്രവർത്തകൻ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയായിരുന്നു: എടാ, ഞങ്ങളുടെ നാട്ടിൽ ഒരു മറിയ ചേടത്തിയുണ്ട്, ആ ചേടത്തിയുടെ ഒരു കുട്ടി പോലും കുളത്തിൽ വീണ് മരിച്ചിട്ടില്ല. കാര്യം എന്താണെന്ന് അറിയാമോ? ആ മറിയ ചേടത്തി കല്യാണം കഴിച്ചിട്ടുമില്ല, പ്രസവിച്ചിട്ടുമില്ല. അങ്ങനെ കുട്ടികൾ കുളത്തിൽ വീണ് മരിക്കാതിരിക്കാനായിട്ട് വിവാഹം കഴിക്കാതിരിക്കുന്ന ആ നിഷ്ക്രിയത്വത്തെ അല്ല ഒരു പൗരോഹിത്യത്തിൽ നമുക്ക് ആവശ്യം. പ്രവർത്തിക്കുന്ന, യേശുവിന് വേണ്ടി പ്രവർത്തിക്കുന്ന, സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, വിശ്വാസത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന നല്ല വൈദികരെയാണ് നമുക്ക് വേണ്ടത്. ആ ഗണത്തിൽപ്പെടുത്താവുന്ന ഒന്നാമനാണ് അലക്സ് അച്ഛൻ എന്ന കാര്യത്തിൽ എനിക്ക് ഒരു തർക്കവും ഇല്ല. വേർപിരിയലിൻ്റെ ഈ ദിനം ഓർമ്മയിൽ വരുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലെ 31-ാം അധ്യായത്തിലെ 49-ാമത്തെ വാക്യത്തിലെ ലാബാൻ്റെ വാക്കുകളാണ്. നാം പരസ്പരം പിരിഞ്ഞിരിക്കുമ്പോൾ എനിക്കും നിനക്കും മധ്യേ കർത്താവ് കാവലാളായിരിക്കട്ടെ. ഈ പ്രാർത്ഥനയോടെയാണ് ഞാൻ അച്ഛന് നന്ദി പറയുവാൻ ആഗ്രഹിക്കുക. പ്രിയപ്പെട്ട അലക്സ് അച്ഛ, അങ്ങ് ചെയ്ത നന്മകൾക്കൊക്കെയും ഞങ്ങൾ നന്ദി പറയുന്നു. ഞാൻ നന്ദി പറയുന്നു, ഞങ്ങൾ നന്ദി പറയുന്നു, ഇടവക നന്ദി പറയുന്നു. അച്ഛൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ എന്നും ആ പൗരോഹിത്യ ശുശ്രൂഷയെ കർത്താവ് കനിഞ്ഞനുഗ്രഹിച്ച് നന്മകളുടെ പ്രവാഹം അങ്ങിൽ നിന്ന് ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും എല്ലാ മംഗളങ്ങളും ആശംസിക്കുകയും തിരുവോസ്തി ഉയർത്തുന്ന അങ്ങയുടെ ഉള്ളംകൈയിൽ ആത്മനാ ചുംബിച്ചുകൊണ്ട് അങ്ങയ്ക്ക് ഞാൻ നന്ദി അർപ്പിക്കുന്നു.